ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ആരും എന്നെ മറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളിലെ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും ഞാനിവിടെ ഒരു ജോലിക്കൊക്കെ കയറി. അപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു റൂം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ മാറാൻ പോവാണ്. റൂമൊക്കെ മാറി ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാനും ഇത്താത്തയും പിന്നെ റസാനും കൂടെ മാർക്ക് ആൻഡ് സേവിലേക്ക് വന്നേക്കാണ്. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് ആദ്യമേ ഞാൻ ചെറിയൊരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നും ഇതുപോലെ കളറൊക്കെ നോക്കി ക്യൂട്ടാണോ എസ്തെറ്റിക് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു വാങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ വല്ലാണ്ട് ക്യൂട്ട്നെസ് നോക്കി നോക്കി നടന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ പാത്രങ്ങളൊന്നും കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ക്യൂട്ട്നെസ് ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങാണ്. ഇത്താത്തയും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർത്ത് വാങ്ങാൻ പറ്റി. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ വാങ്ങണം ഏതൊക്കെ വാങ്ങണം എന്ന് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. വാങ്ങാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്ന് ചെറുതായിട്ട് കൈവിട്ട് പോയോ എന്നുള്ള ടെൻഷനാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടത്. സംഭവം വിചാരിച്ച പോലെ തന്നെ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റൂം മാറുന്ന അന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വാങ്ങിച്ച സാധനങ്ങളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ റൂമിലേക്ക് തന്നെ കൊണ്ടുവെക്കാണ് ചെയ്തത്. ബജറ്റ് കൈവിട്ട് പോയ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ബില്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി എടുത്തിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.